ഹായ്, നമ്മുടെ ഈ ചാനൽ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റി. നാളോട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ എല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചു തന്നെ ജോർജറ്റിന്റെ മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ കേട്ടോ. അപ്പൊ അത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തതല്ല. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് റെഡിമെയ്ഡ് ആണോ. റെഡിമെയ്ഡ് അല്ല, മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു 4X വരെ എനിക്ക് തയ്ക്കാം. ഒരു 4X വരെയൊക്കെ തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ നീളം കണ്ട ഹൈറ്റ് ഉള്ളവർക്ക് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ വെച്ചിട്ട് എനിക്ക് ഫുൾ ലെങ്ത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഷാളിന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കളർ കണ്ടാലാ. അപ്പൊ ആവശ്യമുള്ളവർ ഇതിന് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊണ്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടാ. അടുത്ത കളർ കണ്ട മക്കളെ, ബ്ലാക്കും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഓ, ഒരു രക്ഷയില്ല. നോക്കിയെങ്കിൽ എന്തൊരു ഭംഗിയാന്നറിയോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ചാളായിട്ട് ഒരു സമയത്തൊക്കെ ഞാൻ കോട്ട് സെറ്റ് നല്ലോണം ഇട്ടായിരുന്നു കേട്ടോ. കോട്ട് സെറ്റ് നന്നായിട്ട് എനിക്ക് അത് കൂടുതൽ ഇഷ്ടം കോട്ടൺ. പക്ഷെ ഇപ്പൊ ജോർജിന്റെ മെറ്റീരിയൽ ഇടാൻ തുടങ്ങിയതിന് ശേഷം ആ ചുരിദാറിനോട് കൂടുതൽ അത് ഇട്ടായിരുന്നു സഞ്ജയനും കൂടുതൽ ഇഷ്ടമാണ്. തടി തോന്നിക്കില്ല, അതിന്റെ പുറമെ ഭയങ്കര ഒരു ഇങ്ങനെ നിക്ക് ഒന്നിനൊന്നും ഭംഗിയാണ്, ഭയങ്കര രസമാണ്. നമുക്ക് ഇതെല്ലാം അടിക്കാൻ പറ്റില്ല. അടിച്ചേനെ ഒന്ന് അടിക്കൂലി കുറച്ചൊക്കെ ഒരു 500-600 രൂപയ്ക്ക് ഒരു ചുരിദാർ അടിച്ചേനെ, ഒരു 600 രൂപയ്ക്ക് അടിച്ചേരാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതുകൊണ്ടാണ് പറഞ്ഞ് അടിച്ചെന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരം ഷോപ്പിലേക്ക് വരാൻ എനിക്ക് ഈ കളറൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഭയങ്കര ബ്രൈറ്റ്നെസ് അതാണ്. നോക്കിക്കേ, നമ്മളുണ്ടല്ലോ, ഞാൻ ഒരു മേക്കപ്പ് ലിപ്സ്റ്റിക്കിനുള്ള രാവിലെ കുടിച്ചു വന്നൊരു രൂപയാണ്. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ട് ഒരു. പക്ഷെ ഈ ഒരു ജോർജറ്റിന്റെ മെറ്റീരിയൽ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് രസം അറിയൂ, നല്ല രസമാട്ടോ. അപ്പൊ ഞാൻ അടുത്തത് റെഡും അടുത്തത് കാണിച്ചു തരാന്ന് പറഞ്ഞത് ഈ ബ്ലാക്കും റെഡും. ഓ, നല്ല ബ്ലാക്ക് കരിവാളി കുറച്ച് റെഡ് വാളി കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ വട്ടൊക്കെ 3/4 കൈയൊക്കെ ഒരു ഇത് 1 ലെയറിലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പൊ ഇട്ടത് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കയറ്റി വെക്കില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വേറെ ചുരിദാർ ഉള്ളതുകൊണ്ടാണ് അത് കാണാൻ ഇങ്ങനെ മൂടി ഇട്ടിട്ടുള്ളത്. ഒരു ഷാളുണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഇട്ടാലും നമ്മൾ ഇട്ട പോലെയൊക്കെ എടുക്കും. ഈ ഒരു ജോർജറ്റിന്റെ മെറ്റീരിയലിന്റെ മെയിൻ ഗുണം ഏജ് പരിധി ഇല്ലാണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഏത് ഏജുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അതങ്ങനെയാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രായപരിധിയില്ല. നല്ല ഫിഗറായിട്ട് കിടക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടം. ഇനി ലൈറ്റ് കളർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 2 ലൈറ്റ് കളർ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പം കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഈ അടുത്ത മോഡൽ ചുങ്കിടി ആയിട്ടാണ് വന്നിട്ടുണ്ട്. ചുങ്കിടിയുടെ ജോർജൻ ഞാൻ ഒരു മോഡൽ ഒരു വീഡിയോ കാണിച്ചല്ലോ. പക്ഷേ ഇപ്രാവശ്യം 2 മോഡൽ കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ ഓണാണ്. ഓണത്തിന് എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളത് കാണിച്ചു തരാണ്ടിരിക്കുന്നത് മോശം. എല്ലാവരും ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ സമയത്താണ് ആൾക്കാരെല്ലാവരും ഡ്രസ്സ് എടുക്കുക. ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അല്ലേ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഓണമില്ല, ബോണസും ഒന്നുമില്ല. അപ്പം ഈ നല്ല അടിപൊളി റെഡ്, ഞാൻ ഒന്നും പറഞ്ഞില്ല, നല്ല റെഡും നല്ല ബ്ലാക്കും കണ്ട ലെങ്ത് നോക്കിയേ, ഫുൾ ലെങ്ത്. എൻ്റെ കാല് പോലും കാണാനില്ല, അത്രയും ലെങ്ത് ഉണ്ട്. ചില മെറ്റീരിയൽ വരുമ്പോൾ അങ്ങനെ ഭയങ്കര ലെങ്ത്തിലാണ് വരിക കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ചുരിദാറാണ്. അപ്പോൾ വേണ്ടവർ ഇത് ചുങ്കിടി കേട്ടോ. എല്ലാവർക്കും ചുങ്കിടി ഭയങ്കര ഇഷ്ടമാണ്. ചുങ്കിടിയുടെ ഡിസൈനോട് ഒരു പ്രത്യേക ഇഷ്ടമല്ല എല്ലാവർക്കും. മാക്സി ആയാലും ചുരിദാറായാലും സാരി ആയാലും എപ്പോഴും ട്രെൻഡ് പോകാണ്ട് നിൽക്കുന്ന ഒരു കാര്യം ചുങ്കിടി അല്ലേ. അപ്പോൾ ഇത് വേണ്ടവർ ഇതിന് താഴെ ഞാൻ വീണ്ടും പറയണം, നമ്മുടെ വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്സപ്പ്. കുറേ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എനിക്ക് എങ്ങനെയാണ് അത് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഞാനാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഹായ് ഹായ് വെച്ചിട്ട് അവർ ചേച്ചിയുടെ ശബ്ദം കണ്ട് കുറേ ആൾക്കാർ ഫേക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളുടെ കാശ് പോയിട്ട് കുറേ ആൾക്കാരുടെ കാശ് പോയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് മെസ്സേജ്. അപ്പോൾ അങ്ങനത്തെ ടെൻഷനും കാരണമൊന്നും വേണ്ട. നമ്മളൊരു 5-6 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം എന്തായാലും എത്തിക്കും. 1-2 ആൾക്കാർക്കാണ് നമ്മളിപ്പോൾ പിൻ നമ്പർ നമ്മൾ തെറ്റിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ദൈവം അതൊക്കെ ഇപ്പം ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയാം. അതേപോലെ 2 ദിവസം എനിക്ക് തലവേദന മൈഗ്രൈൻ്റെ വേദന 2 ദിവസം ഒരു 10 മണിക്കൂറല്ലേ ഫോൺ യൂസ് ചെയ്യാൻ. 10 മണിക്കൂർ നമ്മുടെ യാത്രയാണ്. തലേദിവസം പുലർച്ചെ 3 മണി വരെ ഞാൻ മെസ്സേജ് റിപ്പോർട്ട്. പിറ്റേ ദിവസം തലേനും മൈഗ്രൈനും കാര്യങ്ങളും ആയിട്ട് എനിക്കൊരു ദിവസം ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നം, വയ്യാണ്ടാവുമ്പോഴുള്ള ഒരു പ്രശ്നം മാത്രം.
എന്നാലും ഞാൻ പറയാം എന്റെയിലേക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ എന്തായാലും എത്തിച്ചിരിക്കും കേട്ടോ. 3 ദിവസം കൊണ്ടൊക്കെ എത്തേണ്ടതാണ്. എല്ലാവർക്കും ഒരുപാടൊക്കെ 3 ദിവസം ഇന്നയച്ച് നാളെ കിട്ടും ഇഷ്ടമുണ്ട്. ഇന്ന് ബുക്ക് ചെയ്തിട്ട് നാളെ കിട്ടും ഒരു സമൃദ്ധി ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ബുക്കിംഗ് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് കൊറിയർ ഇടുക. എന്താ വെച്ചാൽ നമ്മൾ ഇത് എടുത്ത് വെച്ചോണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിനോട് കൂടുതലില്ല. അപ്പൊ ഞങ്ങളോട് പറ്റുന്ന പോലെ അന്നു വരുന്ന ഓർഡറുകൾ അന്നു തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അടുത്ത കളറായിട്ട് വന്നാലാ കമോൺ. അങ്ങനെ ഈ അടുത്ത കളർ വന്നിക്കണു മക്കളെ, ഡാർക്ക് മെറൂണും ചെങ്കല്ല് കളർ. ഓ രക്ഷയില്ല കേട്ടോ മക്കളെ, ചുമ്മാ പറയല്ല, നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ ഇപ്പോഴും കൊണ്ടുമ്പോൾ ജോർജിന്റെ വരുമ്പോ ഒരു എല്ലാം ഇടുമ്പോൾ വെറൈറ്റി സൗന്ദര്യം, സത്യം ഇത് ഭംഗിയെന്ന് വെച്ചിട്ട് നല്ല രസം. ഒരാൾ നോക്കിയിട്ട് എന്താ പറയാ, നല്ല കളറ് നല്ല ഡാർക്ക് മെറൂൺ. നിങ്ങൾ നോക്കി, നല്ല ഡാർക്ക് മെറൂണും കണ്ട പാൻറ് വരുന്നത് ഇതാണ് കേട്ടോ കളറ്. ഒരു ചെങ്കല് കളറിലാണ് പാൻറ് വരുന്നത്. ഡാർക്ക് മെറൂണ് ചെങ്കല് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് നല്ല മാച്ച് കളർ. നോക്കി ഇത്ര രസം എന്ന് പറയുന്നത്, നല്ല ഫേസിൽ കണ്ട നല്ല ഭംഗിയുണ്ട്, സൂപ്പർ അതിന്റെ. അപ്പൊ ഞാൻ അടുത്ത് കണ്ടല്ല കമോൺ. ഇനി ഞാൻ കാണിച്ചു തരണം. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പറയണ പോലെ കാണിച്ചു തരണ. എന്ത് ഭംഗിയാ നോക്കി, ചില്ലി റെഡും ബ്ലാക്കും. ഒരു പ്രത്യേക ഒരു അപാരം. ഇതിന്റെ ഡിസൈനൊക്കെ ഭയങ്കര രസം. തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഭയങ്കര തടിക്കുറവ് തോന്നിക്കുന്ന ഒരു ഡിസൈൻ കേട്ടോ. ഇത്ര രസം നോക്കി, നിങ്ങൾക്ക് കാണുമ്പോഴുണ്ടാവും ഭയങ്കര ഫിഗറിൽ ഭയങ്കര ഒത്തിക്കേട്ടോ കിടക്കണം കേട്ടോ. എന്ത് ഭംഗി. അപ്പൊ ഇതാണോ ഈ ചുങ്കിടി കണ്ടത്, ചുങ്കിടിക്ക് ഒരു പ്രത്യേക സൗന്ദര്യം കേട്ടോ സത്യമായിട്ടും. ഇത്ര വർഷം നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ ഉള്ളൊരു ഇതാണ് ചുങ്കിടി. അത് ഏത് ട്രെൻഡിൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞാൽ. നല്ല ബ്ലാക്ക് പാവാട ജാക്കറ്റ് ഉണ്ടെങ്കിൽ ധാവണിയുടെ കൊടുത്താലും അടിപൊളിയായിട്ട് ഇതിന്റെ എല്ലാ ഷാളുകളും. അതേപോലെ സെറ്റ് മുണ്ടിന്റെ പാവാട ജാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൊടുത്താലും നല്ല ഭയങ്കര ഓണൊക്കെയാണ്. അപ്പൊ ധാവണി ഈ കണ്ട ഒരു ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പറയാവുന്നില്ലാത്ത ഞാൻ അടുത്തത് കൊണ്ടുവരികയാണ് മക്കളെ. അടുത്ത കളറും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീർത്തും പറയാം, ഒരുപാട് പീസുകളൊന്നും ഞാൻ ഇറക്കിയില്ല, വളരെ കുറച്ച് പീസുകൾ ഞാൻ ഇറക്കിയില്ല. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ബുക്ക് ചെയ്യുക. ഓക്കെ, ഇന്ന് ബുക്ക് ചെയ്താൽ 4-5 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാണ്ട് ഇപ്പം പറയാം. ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് പറയാം കേട്ടോ. കേട്ടോ സൂപ്പറാണ് കേട്ടോ. ഷോളൊക്കെ ഇത്തിരി രസമെന്ന് പറയും. ഷോളൊക്കെ കേട്ടോ. ഒരു മിനിറ്റ് കട്ട് ചെയ്തേ. അങ്ങനെ എണിക്കാൻ വൈകിയ ഒരു ദിവസം കേട്ടോ. നമുക്ക് നേരത്തെ എണിക്കണമെന്ന് വെച്ചിട്ട് നേരത്തെ ഒക്കെ കേൾക്കും. പക്ഷെ നമ്മൾ ഈ തലവേദനയുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കത് തല പൊന്തില്ല, അതാണ് അവസ്ഥ. അപ്പം ഞാൻ വരുമ്പോഴേക്കും കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ അതിനായിട്ട് അകത്തേക്ക് പോയി. അങ്ങനെ അതിനോട് അരി പകുതി മുക്കാലും കഴുകി വെച്ചിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ അടുപ്പിലേക്ക് കാലത്തിലേക്ക് ഇട്ടു. പിന്നെ ചടപട എന്നുള്ള പണിയാണ്. നേരെ വൈകി ഇന്ന് ഒരു എഗ് ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചെങ്കിലും നേരെ വൈകി കാരണം പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കടല ഇട്ടാലും ദോശമാവ് ഇരിക്കുന്നുണ്ട്, ദോശയും കടലക്കറിയും. കുണുക്കന് ഇഷ്ടമാണ്, കുണുക്കിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, അനിയന് ഇഷ്ടമാണ്, കുഞ്ഞിന് ഇഷ്ടം, അച്ഛന് മാത്രം ഇഷ്ടമില്ല. പണ്ട് മൈദ ഉണ്ടാവുമെന്ന് വിചാരിച്ചു മൈദ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവന് രണ്ടെണ്ണം, പക്ഷെ മൈദ കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ എന്താ പറയുക, കാസറോളൊക്കെ എടുത്ത് വെച്ചു. ഇനി എളുപ്പത്തിനുള്ള ചെയ്ത് വെച്ചിട്ട് പോവുക എന്നുള്ള പരിപാടി മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, കുണിക്ക് ഇത്ര നേരത്തെ എനിക്കറിയില്ല. അപ്പം ഞാൻ ഏട്ടാണ് കുണിക്ക് വിളിക്കണ്ടല്ലോ എന്നേട്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് വിളിക്കുന്ന ആളിന്ന് ശബ്ദം കുറച്ചിട്ടാണ് വിളിച്ചേട്ടോ. വേറെ ഒന്നല്ല, ആശാത്തി കരഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് ഭയങ്കര കൈവേദന, എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഭയങ്കര ഒരു 1-2 മണിക്കൂറൊക്കെ കൈ വേദനിച്ചിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അതിനിടെ മരുന്നൊക്കെ പരട്ടി വെച്ചൊക്കെ കൊടുത്തു, പക്ഷെ എന്താണെന്നറിയില്ല കുറേ നേരത്തേക്ക് ഭയങ്കര വാശിയായിരുന്നു. വയ്യാണ്ടാകുമ്പോൾ ഒരു വിഷമതേ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, കൈ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൈയൊക്കെ ഞാൻ കുറച്ച് ഒഴിഞ്ഞൊക്കെ കൊടുത്തു. എന്നിട്ട് ഇപ്പം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാം കേട്ടോ. അതിന് വിഷമമായിട്ടാണ്, നല്ല വേദനയുണ്ട്. അവർക്ക് കുണുക്കന് കുണിക്കാനുള്ള ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ടെൻഷനായിട്ട്. അപ്പം ഞാൻ ചെറുപ്പിക്കാനുള്ള കാര്യം എടുക്കുക. എങ്ങനെ വിളിക്കുക പറയാ, തക്കുടേണ്ടി വന്നു. എങ്ങനെ
കൈ കഴിച്ച ചക്കുടാൻറ്റിയുടെ കൈ കയറി കിടന്ന ചക്കുടാൻറ്റി ചക്കുടാൻറ്റിയാ ചക്കുടാൻറ്റി വന്നൂട്ടാ അയ്യേ പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ക്യാമറ ഒക്കെ ഓണാക്കി അടക്കണേന്. ഒന്നിനും നേരില്ല, വയ്യാണ്ടായിട്ടാ. ഇപ്പോഴത്തെ കുറച്ച് ദിവസം എനിക്ക് മൈഗ്രൈൻ്റെ തലവേദനയായിട്ട് മാറുന്നില്ല. ഇന്നും മാറില്ല. ഇന്ന് രാത്രി ഒന്നും ഉറങ്ങിയപ്പോഴല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ വേദന അങ്ങോട്ട് മാറി കിട്ടുന്നില്ല. എത്ര ഗുളിക കഴിച്ചിട്ട് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. വേനയുടെ ഗുളിക ടൈമിന് നമ്മൾ കഴിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു വിട്ടുവീഴ്ചയില്ല. കുട്ടിയുടെ കാലത്തിലാണ് വേണ്ടേ കുട്ടീനെ വേണ്ടേ. അങ്ങനെ കുണിക്ക് അവിടെ നിന്ന് കരയുന്നുണ്ട്. കുണുക്ക എനിച്ചെന്ന് പിന്നെ കുണുക്ക കൈ കുറേ നേരം കുണുക്ക കൈ അമർത്തി കൊടുത്തോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുണിക്കിയുടെ 2 പാവയുടെ കൈയും കാലൊക്കെ എടുത്തിട്ട് കുണിക്കോടെങ്കിലും കുണിക്ക് പായവ കുഴപ്പമില്ല ഉണ്ണി, കൈയും കാലും വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലേ, അത് കളയണ്ടല്ലോ ഉണ്ണി എന്നിട്ട് അതിനായിട്ട് എൻ്റെ അമ്മയുടെ എന്ത് സാധനം കേടായാലും അത് കളയില്ല, അത് ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ എടുത്ത് കളയേണ്ട അവസ്ഥ ആയിരിക്കും. അങ്ങനെ ചോറൊക്കെ തിളച്ചപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചു. പിന്നെ ഇതേ അടുത്ത പരിപാടി കോഴിമുട്ട അടുപ്പത്തേക്ക് വെച്ചിട്ട് വയ്ക്കാം. കുട്ടി അവിടെ നിന്ന് കരയും തന്നെയായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കുടിക്കുമ്പോൾ ഇത് കരച്ചിൽ തന്നെയാണ്. കുണുക്കൊന്ന് എണിച്ച് പോകും, കുഞ്ഞൊന്ന് വരും, പിന്നെ കുറച്ച് നേരം കയ്യാൻ അമർത്തി കൊടുക്കും. അപ്പോൾ കുണുക്ക നല്ലവണ്ണം അമർത്തുമ്പോൾ അവൾക്ക് വേദനിക്കുക. അപ്പോഴേക്കും അതിനായിട്ട് കടലക്കറിക്കുള്ള സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിനായിട്ട് നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. കുണിക്ക് കരയണാനെ എനിക്ക് തന്നെയാണ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ രണ്ട് ചടപടാന്ന് വേഗം ചെയ്യുന്നുള്ളൂ. പക്ഷെ അവളിങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു തൊഴിൽക്കേട്. അവളടുത്ത് പോയിരുന്നാലാണെങ്കിൽ അന്നത്തെ ദിവസം കുടുക്കൻ്റെ ഭക്ഷണം ഉണ്ടാക്കലും കുടുക്കൻ്റെ സ്കൂൾ ഉണ്ടാക്കലും ഒന്നും അറിയില്ല കേട്ടോ. വീണ്ടും അതിനായിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് അവളെന്നെ വീണ്ടും കൊണ്ടുപോയിട്ടാ. അങ്ങനെ നീ വീണ്ടും മരുന്നൊക്കെ പറ്റി വന്നിട്ട് ആങ്ങളെയും പെങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ കടലക്കറിക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കട്ടി ദോശയാണ് കേട്ടോ ടേസ്റ്റ്. എനിക്കല്ല ഇവർക്കൊക്കെ തന്നെയാണ് ഇഷ്ടത്തെ കട്ടി ദോശയും കടലക്കറി അല്ലേടാ. നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷൻ കേട്ടോ. കഴിക്കാത്തതുകൊണ്ട് ഇന്ന് കഴിച്ചു നോക്ക്. ഭയങ്കര എനിക്ക് എന്നേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു. പണ്ട് കുഞ്ഞിനും പൊന്നൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ കടലക്കറിയും ദോശ ഊത്തപ്പം പോലെ കട്ടി ദോശ അതുപോലെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ നമ്മളത് ഈ കടലൊക്കെ ഏകദേശം വേവുന്ന സമയമായപ്പോൾ കടലക്കറിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനായിട്ട് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അടുപ്പത്തേക്ക് വെച്ചു വിട്ടാൽ ഇനി വേഗം അത് വണക്കി സെറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ഉണക്കന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള തിക്കും തരത്തിലുള്ള ദിവസം ഞാൻ വല്ല ചിക്കൻ കേസും കാര്യങ്ങളൊക്കെ വറുത്ത് കൊടുക്കുക ചെയ്യട്ടെ. അല്ലാണ്ട് എല്ലാം കൂടി നമ്മുടെ വണ്ടി ഓടുന്നില്ല മുന്നോട്ട്. 3 അടുപ്പും പിന്നെ നമ്മളല്ലേ ഉള്ളത്. ഇതിലെന്തൊക്കെ നമ്മൾ കയറ്റി വയ്ക്കും. നേരത്തെ എണീക്കണം എന്ന് ഉറങ്ങുമ്പോൾ വിചാരിക്കും നേരത്തെ എണീക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് കിടക്കുക. പക്ഷെ നമുക്ക് വയ്യെങ്കിൽ എന്താ ചെയ്യുക. ചില ദിവസം തീരെ തല പൊന്തില്ല. ഇന്ന് തലയും കാലും കൈയൊക്കെ പൊന്തിയപ്പോൾ കൈയും കാലും ഒക്കെ ഭയങ്കര വേദന. കുണിക്കിക്ക് ഇത് തന്നെയാണ് പ്രശ്നം. കൈയും കാലും ഭയങ്കര വേദന തന്നെയാണ് കേട്ടോ. കുണുക്കനാണെങ്കിൽ ആ കുണിക്കിൻ്റെ വേദന നോക്കി ഇരിക്കുക. അവനും ഒരു മുടക്ക് കിട്ടും, അവളും മുടങ്ങുകയാണെങ്കിൽ ഇവനും മുടക്ക് കിട്ടുമോ നോക്കിയിട്ടാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുണിക്കോട് ഇന്ന് സ്കൂൾ വേണ്ട, കുണിക്കാൻ വൈകിയാണ്. അപ്പോൾ വേണ്ട അമ്മ ഞാൻ പോവാം, ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ നാളേക്ക് കുറേ എഴുതാണ്ടാവും. അവൾക്ക് കുറേ എഴുതുക എന്നുള്ള മടിയാണ്. കുറേ എഴുതാനുള്ളതൊക്കെ ദേഷ്യമുള്ള കാര്യം. അപ്പോൾ ഒരു ദിവസം മുടങ്ങിയ പിറ്റേ ദിവസം കുറേ എഴുതാണ്ടാവും എന്ന് വെച്ചിട്ട് മൂപ്പര് വേണ്ട അമ്മ ഞാൻ പൊക്കോളാം. അങ്ങനെ നമ്മുടെ പണികളിൽ ദോശ ഉണ്ടാക്കൽ ഏകദേശമൊക്കെ സെറ്റായിട്ടാ. ഇവിടെ സമയം വഴുകി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പം സ്കൂളിൽ പോകണത്. എന്തു ചൂടന്മാരെ വിഷമോ അയ്യപ്പ വിളി കേട്ടില്ലല്ലോ മുന്ന. ഇപ്പൊ 2 ദിവസമായിട്ടേ ഒരു സന്ധ്യ നേരം അയ്യപ്പ മഴ പെയ്യണേ, അയ്യപ്പ മഴ പെയ്യണേ. ഞാൻ പറഞ്ഞ കൊടുക്കുന്നോട് ഒരു ദിവസം നീ വേണമെങ്കിൽ ലീവ് എടുത്ത മഴ പെയ്യാൻ പറയാനല്ലടാ. എത്ര ആൾക്കാരാ മഴ കൊണ്ട് കഷ്ടപ്പെടാം. ഇപ്പം അതിൻ്റെ സീരിയസ് സെൻസ് അവർക്ക് അറിയില്ല കേട്ടോ.
ഒരു സമയത്ത് ഫോണൊക്കെ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഫോണിൽ ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പോൾ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാതെ പിന്നെ വെള്ളം പൊക്കം അങ്ങനെ വീടുകൾ അതൊന്നും ഞാൻ ഇവിടെ അറിയിക്കില്ല. എന്താ വെച്ചാൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനത് അറിയിക്കാറില്ല കേട്ടോ. എന്താ വിളിച്ചാൽ അപ്പോൾ അത് അവരെ അറിയിക്കാറില്ല. അപ്പോൾ അവർക്കത് എന്തുകൊണ്ടാണ് മഴ വരുമ്പോൾ അവധി അതൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് മഴ പെയ്ത അവധി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര അയ്യപ്പ ഭക്തനാ. അയ്യപ്പ പറഞ്ഞു നടക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞിന് അയ്യപ്പ എൻ്റെ കുഞ്ഞിന് ഒരു ഉണ്ണീനെ കൊടുക്കണേന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴേക്കും ഉണ്ണിയായി ഇല്ലേ? ഉണക്ക ചെറുക്കണൊക്കെ ആരുടെ പേരക്കുട്ടിയാ? കുഞ്ഞിട്ടേൻ്റെ പേരക്കുട്ടിയാ. അയ്യപ്പ വിളി കേൾക്കാണ്ടിരിക്കുവോ അല്ലേ? അയ്യപ്പൻ്റെ വിലങ്കയായിരുന്നു. അതായിരുന്നു. അല്ല അവൻ്റെ അച്ചാച്ച എല്ലാം മലയാള മാസം 1-ാം തീയതി മലയ്ക്ക് പോയത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യപ്പ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടിയുടെ അച്ചാച്ച എല്ലാ മാസം മലയ്ക്ക് വന്നിരുന്ന കുട്ടിയുടെ അച്ചാച്ചൻ്റെ കുട്ടി ആവശ്യം ആരുടെ മലയ്ക്ക് പോകുന്നത് ആരാ? അച്ചാച്ചനല്ലടാ ആ കുഞ്ഞുകുട്ടൻ. കുഞ്ഞുകുട്ടൻ അയ്യപ്പൻ. സുഭാഷേട്ട് അവളെ കൈ പിടിച്ചിട്ട് പോയത് സുഭാഷേട്ട്. അതെ സുഭാഷേട്ട് നീയായിരുന്നു സെറ്റ്. അങ്ങനെ എന്നിട്ട് അവൻ വിളിക്കും. അപ്പോൾ ഒരു മഴ പെയ്യും. 10 മിനിറ്റ് ആകുമ്പോൾ മഴ നിൽക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അവൻ്റെ ഏട്ടൻ പറയും അക്കുടുക്ക മഴ നിന്നിടാ പ്രാർത്ഥിക്കടാ അത്. അങ്ങനെ ഏട്ടൻ്റെ അനിയനും ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അയ്യപ്പ ഭക്തന്മാരായിരുന്നു ഒരു കുറച്ച് ദിവസമായിട്ട്. അനിയന് പക്ഷെ എന്തുണ്ടെങ്കിലും അയ്യപ്പനെ വിളിക്കണം കേട്ടാ. പക്ഷെ എന്നിട്ട് അറിഞ്ഞ അവൻ പറഞ്ഞത് അവൻ അവൻ്റെ അച്ഛൻ്റെ എല്ലാ മലയാള മാസം 1-ാം തീയതി മലയ്ക്ക് പുത്രേ. അപ്പൊ കുഞ്ഞൻ പറഞ്ഞു കൊടുക്ക അങ്ങനെ പറയണ്ട, പിന്നെ മോനെ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാ മലയാള മാസം അത് കുഴപ്പമില്ല ഞാൻ നിർത്തിക്കൊണ്ട് ഇത്ര KFC ഇന്നലെ എത്ര എണ്ണം തിന്ന്. ഇന്നലെ കുഞ്ഞാപ്പിന്റെ കൂടെ ആയിട്ട് KFC എത്ര തിന്ന് പറ 2 പീസ് ഒന്നല്ലോ ഇന്നലെ ഫുള്ളും അവരുടെ ലൈഫില് നടക്കാത്തൊരു കാര്യം ഇന്നലെ അവർക്ക് നടന്നു അല്ലേ? ലൈഫിൽ അവര് അതൊന്നും എല്ലാം ജീവിതത്തിൽ നല്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നടന്ന കാര്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അവരുടെ ലൈഫിൽ അതൊന്നുമില്ല. എപ്പോഴെങ്കിലും സ്വിമ്മിങ് പൂളിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം. എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് നമുക്ക് വല്ല റിസോർട്ടിലേക്ക് പോവാം, മൂന്നാർക്ക് പോവുക, റൂം എടുക്കാം, വേറെ ഒന്നിനല്ല കേട്ടോ. സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനുള്ള പൂതിക്കാണ്, വെള്ളത്തിൽ ഇറങ്ങാനുള്ള പൂതിക്കാണ്. അപ്പം പറഞ്ഞ് കുട്ടി വിഷമാണ് കുട്ടിക്ക്. അപ്പം ഞാൻ പോവാൻ പറ്റാത്ത സമയമുണ്ട്, നമുക്ക് പിന്നെ പോവാം, നമുക്കിപ്പോൾ പറ്റില്ല എന്നാണ്. 2 കാരണത്തെല്ലാം പോകാൻ പറ്റില്ല. മഴയൊക്കെയാണ്, പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ സെറ്റായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഓക്കെ ആണ് കേട്ടോ. എനിക്ക് അത് വിഷമമായി. അപ്പം മനസ്സാരില്ല അമ്മ. പക്ഷേ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിട്ട് ഇന്നലെ ക്ലാസ്സില്ലാത്ത സമയത്ത് ഷോപ്പിൽ വന്നിരിക്കുക. ഷോപ്പിലാണെങ്കിൽ ഇന്നലെ 5 മണി തൊട്ട് അല്ല രാവിലെ തൊട്ട് 5 മണി വരെ കറണ്ടും ഇല്ല. ചൂടെടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അയ്യപ്പൻ്റെ വിളി കേട്ട പോലെ കുഞ്ഞാപ്പ് വിളിച്ചു, നമുക്ക് വിഷ്ണുവാടമ്പലത്തേക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ അവർ ഹാപ്പിയാണ്. വിഷ്ണുവാടമ്പലത്തേക്ക് പോലും അവിടുന്ന് ഫുഡ് കഴിക്കാറും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പാപ്പൻ്റെ അച്ചൂട്ടിൻ്റെ കൂടെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം ചോദിച്ചതും മതി ചാടി കയറി വണ്ടിയിൽ. അങ്ങനെ പാപ്പൻ്റെ കൂടെ പോയി അമ്പലത്തിൽ പോയി ചോറുണ്ടു. പിന്നത്തെയാണ് എൻ്റെ മക്കൾ ലൈഫിൽ ഏറ്റവും സന്തോഷിച്ചത്. പാടത്തിറങ്ങി മീൻ പിടിക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടാ. അല്ല അങ്ങനെ പാടത്തേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ ചേട്ടാ അങ്ങനൊന്നും കൊണ്ടുപോയില്ല, എന്നോട് പേടിയാ. അപ്പോൾ അത് കൊണ്ടുപോകും. അപ്പം അവരുടെ കൂടെ പോയിട്ട് ഇന്നലെ മാമി മോന് തോർത്തും കൊണ്ടൊക്കെ പോയി തോന്നുന്നു. തോർത്തുകൊണ്ട് മീൻ പിടിക്കല് അങ്ങനെ സന്തോഷമായില്ലേ? ഭയങ്കര സന്തോഷമായിട്ടാ. അയ്യോ പക്ഷെ നീന്താൻ പറ്റിയില്ലാന്ന്. നമുക്ക് നീന്തൽ പഠിക്കണം കേട്ടാ. നീന്തൽ പഠിച്ചിട്ട് പിന്നെ പാപ്പൻ്റെ കൂടെ പോകാം. അങ്ങനത്തെ കാര്യത്തിനൊക്കെ കൊണ്ടുപോകാൻ പാപ്പനെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. ഇങ്ങനത്തെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടെ അച്ഛനും മടിയാ അങ്ങനത്തേനൊക്കെ. ഈ അച്ഛനും മടിയനാ. ചെളിവെള്ള പാടം അങ്ങനെയാടി. എന്താണ് രസം. അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ അമ്മ ഇങ്ങനെ പാടത്തൂടെ സ്കൂൾ പോയി ഇങ്ങനെ വെള്ളത്തൂടെ നനയും, പാവാടൊക്കെ നനയും, എന്നാലും രസാ. ഈ വഴിയിൽ ജോണിച്ചുണ്ടാവും.
ആളില്ല അപ്പൊ വണ്ടിയില് വണ്ടിയിലെ കുലുങ്ങി പോകണ്ട അപ്പൊ ആളുണ്ടാവില്ല. ആളില്ല, ജോണിച്ചുള്ള ആളില്ല. ഓടിക്കണ ആളുണ്ട്, അതല്ല ബസ്സിൽ ആൾക്കാരില്ലാന്നാ പറഞ്ഞേ. ബസ് ഇപ്പൊ ആരും ഓടിക്കണം. കാര്യം പറയണത് കാര്യമാണ്. വണ്ടി എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങള് കുണിക്കല് സ്കൂളിൽ എത്തണമെങ്കിൽ കുണിക്കിന്ന് രാവിലെ തീരെ വൈകുന്നു, ഭയങ്കര കൈവേനായിരുന്നു. സ്കൂളിൽ പോകണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു. കുട്ടിയോട് ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. വേണ്ടമ്മ ഞാൻ പോവാന്ന്. അപ്പൊ ഞാൻ കുഴപ്പമില്ല അമ്മ ടീച്ചറോട് വിളിച്ച് പറയാൻ മോനെ വയ്യാഞ്ഞിട്ടല്ലേ. അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ വേന മാറിയപ്പോ ഇവിടെ കുണുക്കൻ അവൾക്ക് മടിയായിരുന്നു. നോക്ക്, അവൾക്ക് അതിന്റെ മടിയൊന്നുമില്ല. അതെന്താടാ കുശുമ്പ നിനക്ക്? ഇപ്പൊ ഭയങ്കര കുശുമ്പനാട്ടാ. കുശുമ്പെന്ന് പറഞ്ഞാണ്ടല്ലോ, പേരെടുത്ത കുശുമ്പൻ ഇരിക്കണോക്ക് നത്ത്. ആ കുട്ടിക്ക് വയ്യാണ്ടായില്ല, അവളെ എന്റെ സ്കൂൾ കൊണ്ടുപോകണം. അവന്റെ അമ്മന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവളെ എന്റെ സ്കൂൾ കൊണ്ടൊക്കെ അവൻ കയറിയിരിക്കും വണ്ടിയിൽ. എന്നിട്ട് സ്കൂളിൽ എത്തുമ്പോ താന്നിരിക്കും. അവരങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം കൊല്ലം മുടങ്ങിക്കണ് കൊടുക്കാൻ ചമയിട്ട് ഒറ്റ ദിവസം മുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് അങ്ങനെ മുടങ്ങിയിട്ടില്ല. വണ്ടിക്ക് അങ്ങനെ നീ അവരെ സ്കൂളിലേക്ക് എത്താണ് കേട്ടോ. എത്തി പറ. എത്തി. കുണിക്ക് ഇവിടെ പഠിച്ചിട്ട് ഈ കോളേജിൽ ചേരുന്നല്ലേ? കുണിക്ക് എഞ്ചിനീയർ അല്ലേ? എന്താ വൃത്തിയില്ലേ കോളേജ്? പെയിന്റ് അടിക്കാൻ പറയാം നമുക്ക്. സെറ്റാക്കാൻ പറയാം. ഓക്കെ, എഞ്ചിനീയർ ആവണപ്പോ നീ. അങ്ങനെ നീ ഉണ്ണോളേനെ സ്കൂളൊക്കെ ഉണ്ടാക്കി വന്നു കേട്ടാ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാ, ഇന്ന് നേരെ വൈകി എനിക്ക് തലവേദനയാ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഭയങ്കര തലവേദന. ഒരു മിനിറ്റ്, ഭയങ്കര തലവേദന. അങ്ങനെ ഭയങ്കര ഒരു നേരത്തെ എണിക്കാൻ പറ്റിയില്ല, ഛർദ്ദിക്കാൻ വരിക, എന്തൊക്കെയോ അസുഖങ്ങൾ. ഈ ശരീരത്തിൽ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ ഒന്നും അറിയണില്ല. ഈ ഓട്ടപ്പാച്ചില് മുതല കഴിച്ചാണ് ഉപ്പേരിക്ക്. അപ്പം അത് കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണോൾക്കുള്ള ഫുഡ് കൊണ്ട് പോവാച്ചിട്ടാ. ഉണ്ണോൾക്കുള്ള ചോറ് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാലേ ഈ നേരം ആകുമ്പോൾ മീനൊന്നും കിട്ടില്ല. കിട്ടി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു കറി വെച്ച് പോയി പണി കഴിഞ്ഞു. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ മീൻ കറി വരികയാണോ വന്നു കഴിഞ്ഞാൽ സുഖ. ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇടുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടില് ചെറുള്ളിയും വെളുത്തുള്ളി ഇടും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം, ഈ പോർക്കുളം നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ കൂടുതലും വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് കാച്ചട്ടാ. അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. മുതിരപ്പേരിക്ക് വെളുത്തുള്ളി മാത്രം ഇട്ട് കാച്ചണം. എനിക്ക് ചില ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ വെളുത്തുള്ളി മാത്രം ഇട്ട് കാച്ചുന്ന എൻ്റെ ഗ്രേവിക്ക് വേറൊരു ടേസ്റ്റ് വരും. ഈ കുറച്ച് മുതിര ചാറ് കൊടുക്കണ കാച്ചിട്ട് നല്ല ചൂട് ചോറിന് മുകളിൽ മുതിരച്ചാറും വായിൽ വെള്ളം വരിക. ഒരു ഉണക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരട്ടിയിട്ട് ഒരു വായ ചോറും ഒരു ഉണക്കിൽ. ആഹാ, അന്തസ് നോക്കി ഇരിക്കാനും നോക്കത്തില്ല, തിന്നലൊന്നും നടക്കണില്ല. ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും കൂടി. ഇപ്പം വീണ്ടും വെയിറ്റ് കുറച്ചു കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച സമയത്ത് പിന്നെ ഡയറ്റോ കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പച്ചക്കറി മാത്രമല്ലായിരുന്നു. അപ്പം എന്ത് ചെയ്തു, 2 പപ്പടം 3 പപ്പടമൊക്കെ ചോറിന് കുഴച്ച് വെച്ചിരുന്നു. അതിനുള്ള ഗുണം ഉണ്ടായി, റിസൾട്ട് കിട്ടി. ഫാറ്റ് ലിവർ ഒന്ന് ഇതായതായിരുന്നു, വീണ്ടും നല്ല നിലയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ അതൊക്കെ കുറച്ചേക്കുക.
അത് തടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇനിയും കുറയണം. 15 കിലോയാണ് ഡോക്ടർ പറഞ്ഞു. എന്ന് കുറയുന്ന അറിയില്ല, എന്തായാലും കുറച്ചല്ലേ പറ്റൂ, അസുഖങ്ങളല്ലേ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇതിങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് വീഡിയോ. വെളുത്തുള്ളി ഇങ്ങനെ ചതയ്ക്കുക, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണയിൽ വെച്ചോളൂ, എന്നാലാണ് ടേസ്റ്റ് കിട്ടുമെന്നുണ്ട്. എനിക്ക് ഉപ്പേരിക്ക് മുളക് അരിഞ്ഞിടുന്നത് ഇഷ്ടമില്ല, ഇങ്ങനെ ചതയ്ക്കും. എന്നാലോ നമ്മുടെ കാബേജ് ഉപ്പേരില്ലേ, കാബേജും ചീരയും, ആ 2 ഉപ്പേരിക്ക് അരിഞ്ഞിടണം. എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഇത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മുതിര കുഴപ്പമില്ലാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേവണം, അപ്പോഴാണ് ആ മുതിരയുടെ ചാറിനൊരു ടേസ്റ്റ് വരുന്നത്. നല്ല ചൂടായ എണ്ണയൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതാണ്, ഞാൻ കറിവേപ്പില ഉണ്ടോ നോക്കട്ടെ, ഉറപ്പില്ല. അത്ര നല്ല കറിവേപ്പിലൊന്നുമല്ല, എന്നാലും കഴുകി വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണതുണ്ട്. നല്ലതല്ലെങ്കിലും ഒരു 2-3. നമ്മൾ നാട്ടിലുള്ളവർക്കാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നവർ. നമ്മൾ അന്യ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എപ്പോഴും കാണുമ്പോൾ അവരൊക്കെ വേപ്പിലൊന്നും അവർക്ക് വീണ്ടും മുറ്റത്തല്ല, അവർ മേടിച്ചുകൊണ്ട് വയ്ക്കില്ല. അപ്പോഴാണ് നമ്മളാണ് തരി പാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടില്ല. വേപ്പിലൊരു വലിയ പാട്ടില്ല, എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ ഇലയുമ്പോൾ ചെറിയ കറുപ്പ് നിറം കയറി എനിക്ക് ഇഷ്ടമല്ല, അതാണ് ഓരോ സ്വഭാവങ്ങൾ. അങ്ങനെ നമ്മുടെ കുത്തിയ മുളകാണ് ഇട്ടത്. ഇത് ഇഷ്ടംപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇത് ഞാൻ കാണിക്കുന്നത് അറിയുന്നല്ലോ, അറിയാത്തവർ കുറേ ആൾക്കാരുണ്ട്, നാട് മനസ്സിലായി. അത് നമ്മുടെ ഷോപ്പിൽ അത് പറയുന്നു, മുതിരപ്പേര് ഉണ്ടാക്കണത് കറക്റ്റ് ഒന്ന് വീഡിയോ ഇട്ട് തരുമോയെന്ന് വെച്ച്. ആയിക്കോട്ടെ, ഒന്നായി മൂത്തുട്ടാ. ആ കുത്തിയ മുളക് മൂത്തതിന് ശേഷം മുളക് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. സത്യം പറഞ്ഞാൽ ഈ മുതിരക്കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, ചോറിന് നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ ഇങ്ങനെ കൂട്ടാൻ പാത്രത്തിലൊന്നും ചിലപ്പോൾ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ചോറും അതിൻ്റെ മുകളിലേക്ക് മുതിരക്കറി ഇങ്ങനെ ഒഴിക്കും. മുതിര ഉപ്പേരി ഇങ്ങനെ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലെത്തിയിട്ട് ആ ചോറുണ്ണുമ്പോൾ ആ മുതിരയുടെ ചാർക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ ചോറുണ്ണ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പക്ഷേ കുട്ടിക്കാലത്തേക്ക് മുതിര ഇഷ്ടമുണ്ടായിരുന്നില്ല, വലുതായപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ശേഷമാണ് ഞാൻ മുതിര കഴിച്ച് തുടങ്ങിയത്. എന്നുവെച്ചാൽ എല്ലാ പച്ചക്കറി ഞാൻ കഴിച്ചിരുന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ പച്ചക്കറിയുടെ ഉപ്പേരി എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവിടെ ഏട്ടന് മുതിരപ്പേരി ഉണ്ടാക്കും. അപ്പോൾ വേറെ കഴിക്കിട്ടുള്ള മുതിര കഴിച്ചിട്ട് അങ്ങനെ ശീലമായത് മുതിര. അതൊരു ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ, മുതിരയോട് വലിയ താല്പര്യം ഉണ്ടായില്ല. കഴിക്കും, ഇഷ്ടമില്ല. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേച്ചി എന്നും സ്കൂളിൽ മുതിര ഉണ്ടാക്കാൻ പറയും. അപ്പം ഞാൻ അടി ഉണ്ടാക്കും, എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ്. അങ്ങനെ നമ്മുടെ മുതിരച്ചാറ് സെറ്റ്. ഇന്ന് ഉപ്പേരി ആക്കണില്ല, ഇതിങ്ങനെ ചാറ് ഉണക്കണ ആകുമ്പോളേ ഊണ് കഴിക്കാൻ നല്ലതാ. നല്ല എരിവുണ്ട്. ഇനി എന്നിട്ടുണ്ടാക്കാൻ കുറച്ച് കാളം കുറുക്കാം. കാളം കുറുക്കാൻ 5 മിനിറ്റ് നമ്മൾ ഓണാക്കല പിന്നെ. അപ്പോൾ വലിയ ഫാമിലി അല്ല, കുഞ്ഞ് ഫാമിലിയാണ്. എന്നാൽ പുറത്തുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കാളം കുറിക്കാൻ നല്ലത്. എന്താ വെച്ചാൽ ചേന തിന്നില്ല, കായ തിന്നില്ല, അങ്ങനെയുള്ളവർക്ക് കഷ്ണങ്ങൾ വേണ്ട എന്നുള്ളവർക്ക് ഈ കാളം കുറിക്കുന്നത് എളുപ്പമാട്ടോ. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, മിക്സിയുടെ മൂടി കഴുകുക, ഇങ്ങനെ വെക്കുക. ഇനി കാണിച്ചത് അപ്പോൾ പരിപാടി തുടങ്ങിയാലോ. കാളം കുറിക്കുന്ന ഫ്രീസറിൽ നാളികേരം ഉണ്ടായിരുന്നു. എന്നത്തത് നമ്മൾ കുറച്ച് നാളികേരിട്ടുണ്ട്. ആ ഇല്ലെങ്കിൽ വിളിച്ചാലും. അപ്പം ഇത് 2 ദിവസം ഇരുന്നാലൊന്നും ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ.
നല്ലതാ, ജോലിക്കാർക്ക് നല്ല, പക്ഷെ നല്ല ചൊടിയായിട്ട് കഴിക്കഴിഞ്ഞാൽ ഒരു ഉപ്പേരി ഒരു കാളം കുടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ജീരകം, ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ. എനിക്ക് എൻ്റെ ഒരു കണക്കുണ്ട്, അത് ഞാൻ ഇങ്ങനെ തട്ടിയിട്ടാ. എനിക്കിങ്ങനെ ടീസ്പൂണിൻ്റെ കണക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാലോ. നമുക്ക് ഈ കൈ കണക്കല്ലേ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഏകദേശം തീർന്നിരിക്കുന്നു. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതിലില്ല, അതുകൊണ്ടാണ് തരേശ് തോണ്ടിയിടുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് 2 പച്ചമുളക്, പിന്നെ പുളി കുറഞ്ഞ തൈരാട്ടോ ഞാൻ വയ്ക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് പുളിയുള്ളത് ഒഴിച്ചു കൊടുത്തോ. ഷർട്ട് എവിടെ? എന്താ ഊരി? നമുക്ക് ഉള്ളിന്ന് ഷോപ്പിലേക്ക് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വില വെച്ചിട്ട് എന്തിനാ ഡ്രസ്സൊക്കെ ഊരി? ഞാൻ ഇട്ട് വന്ന ഡ്രസ്സ് തന്നെ ഇട്ട്. അപ്പൊ മനസ്സിലായില്ലേ? നാളികേരം, നല്ല ജീരകം, പിന്നെന്താ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, തൈര് മോര എന്താണെങ്കിൽ അത് ആവശ്യം. നന്നായി മിക്സിയിൽ അരയ്ക്കുക. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. അരച്ച് നല്ല ചാന്ത് പോലെ അരച്ചെടുക്കണം, അത്രേ ഉള്ള പണി. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി അരപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ വയ്ക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലും ഇടുക. അതാണ് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ കാളൻ്റെ അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഉലുവ ഇടണം കേട്ടോ. ഇട്ടിട്ട് അതാണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട കേട്ടോ, നല്ല കട്ടിയിൽ നോട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം വെട്ടി തിളപ്പിക്കുക. പിന്നെ കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഇല്ല. ഓണത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ നെയ്യിൽ വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ കടുകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല നെയ്യിൽ വറവിടുക. അപ്പോൾ ടേസ്റ്റ്. അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാള കുറുക്കിയതാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയട്ടെ. ഈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോഴായിട്ട് നമ്മുടെ കുഞ്ഞെ വിളിച്ചിട്ടുണ്ട്, ചോറുണ്ടു. അപ്പോൾ രസം ഉണ്ടാവും. ആ കാളം കുറുക്കിയത്, ആ മുതിരപ്പേര്, അച്ചാർ കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റാണ് വന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹത്തായി ചോറുണ്ട്. അപ്പോൾ വിചാരിച്ചു പോവാന്ന് ലവനേട്ടാ. അങ്ങനെ അടിപൊളി കാളം കുറുക്കിയതാ. ഓണത്തിന് കുറേ പണിയെടുക്കാനൊന്നും വയ്യാത്തവർക്ക് ഇതാ എളുപ്പം. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് കാളം കുറുക്കിയതായിട്ട് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടത്. ഒരിക്കൽ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു എളുപ്പപ്പണി ഉണ്ടത്. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കാളം കുറുക്കിയത് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കും കേട്ടോ. വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ കേട്ടാ. കായും ചേനയില്ല എന്നുള്ള ഒറ്റ മാറ്റേ ഉള്ളൂ. പക്ഷേ ചോറുണ്ടുമ്പോൾ നല്ല മീൻകറി കാളം കുറുക്കിയതൊക്കെ ആണെങ്കിൽ രണ്ടും കൂടി കുഴച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട്. ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോയാലാ? ഞങ്ങളും പോവാ, വീട്ടിൽ പോവാ. വയ്യ, ഇന്നത്തെ ദിവസം തീരെ വയ്യ, പോവാ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്. അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം. ഓക്കെ, ബായ്.